പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. റോമർ മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ദൈവത്തിനായി ജീവിക്കുന്നവരുടെ അവയവങ്ങളെ എന്തിൻ്റെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്? ഉത്തരം: അനീതിയുടെ. റോമർ 6:13. ക്വസ്റ്റ്യൻ: എന്താണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? ഉത്തരം: സൃഷ്ടി. റോമർ 8:19. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ മക്കൾ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ എന്തു ചെയ്യുന്നു? ഉത്തരം: ഉറപ്പിക്കുന്നു. റോമർ 3:31. ക്വസ്റ്റ്യൻ: വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ഡാഷ് ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു? ഉത്തരം: ക്രിസ്തു. റോമർ 10:4. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നത് എന്താണ്? ഉത്തരം: പാപം. റോമർ 5:13. ക്വസ്റ്റ്യൻ: പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് എങ്ങനെയാണ്? ഉത്തരം: കടമായിട്ട്. റോമർ 4:4. ക്വസ്റ്റ്യൻ: പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ ഡാഷ് ജനിപ്പിച്ചു? ഉത്തരം: സകലവിധ മോഹത്തെയും. റോമർ 7:8. ക്വസ്റ്റ്യൻ: ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് എന്താണ് ഭവിച്ചിരിക്കുന്നത്? ഉത്തരം: അംശമായി കാഠിന്യം. റോമർ 11:25. ക്വസ്റ്റ്യൻ: തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യനും വരുന്നത് എന്താണ്? ഉത്തരം: കഷ്ടവും സങ്കടവും. റോമർ 2:9. ക്വസ്റ്റ്യൻ: തികഞ്ഞവരുടെ ഇടയിൽ സംസാരിക്കുന്നത് എന്താണ്? ഉത്തരം: ജ്ഞാനം. 1 കൊരിന്ത്യർ 2:6. ക്വസ്റ്റ്യൻ: ആസിയയിൽ ക്രിസ്തുവിന് ആദ്യഫലമായതാര്? ഉത്തരം: എപ്പൈനത്തോസ്. റോമർ 16:5. ക്വസ്റ്റ്യൻ: കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ച് മോഹങ്ങൾ ജനിക്കുമാറ് എന്ത് ചെയ്യരുത്? ഉത്തരം: ജഡത്തിനായി ചിന്തിക്കരുത്. റോമർ 13:14. ക്വസ്റ്റ്യൻ: സ്വച്ഛതയും സത്യവുമായ പൊളിപ്പില്ലായ്മ കൊണ്ട് എന്ത് ആചരിക്കണം? ഉത്തരം: ഉത്സവം. 1 കൊരിന്ത്യർ 5:8. ക്വസ്റ്റ്യൻ: എന്ത് നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്? ഉത്തരം: ഭക്ഷണം. റോമർ 14:20. ക്വസ്റ്റ്യൻ: ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്ന് അറിയുന്നതാര് ദൈവം ജ്ഞാനികളെ എങ്ങനെയാണ് പിടിക്കുന്നത്? ഉത്തരം: കർത്താവ്, അവരുടെ കൗശലത്തിൽ. 1 കൊരിന്ത്യർ 3:19-20. ക്വസ്റ്റ്യൻ: ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായതെന്തിനാണ്? ഉത്തരം: പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കാൻ. റോമർ 15:8. ക്വസ്റ്റ്യൻ: മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതെന്താണ്? ഉത്തരം: ദൈവത്തിൻ്റെ ഭോഷത്വം. 1 കൊരിന്ത്യർ 1:25. ക്വസ്റ്റ്യൻ: ദൈവാത്മാവിൻ്റെ ഉപദേശം ഭോഷത്വമെന്നും അത് കൈക്കൊള്ളാത്തതുമാരാണ്? ഉത്തരം: പ്രാകൃത മനുഷ്യൻ. 1 കൊരിന്ത്യർ 2:14. ക്വസ്റ്റ്യൻ: കർത്താവിനെ സേവിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ് സേവിക്കേണ്ടത്? ഉത്തരം: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. റോമർ 12:11. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ഏതാണ്? ഉത്തരം: നിങ്ങളുടെ ശരീരം. 1 കൊരിന്ത്യർ 6:19. ക്വസ്റ്റ്യൻ: നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് എന്ത് ചെയ്യുന്നു? ഉത്തരം: നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. 1 കൊരിന്ത്യർ 11:32. ക്വസ്റ്റ്യൻ: ഡാഷ് ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല? ഉത്തരം: അന്യായം. 1 കൊരിന്ത്യർ 6:9. ക്വസ്റ്റ്യൻ: പൗലോസ് സഹോദരന്മാരോട് പറഞ്ഞത് ശിശുക്കൾ ആകേണ്ടതും മുതിർന്നവരാകേണ്ടതും എന്തിനാണ്? ഉത്തരം: തിന്മയ്ക്ക് ശിശുക്കൾ, ബുദ്ധിയിൽ മുതിർന്നവർ. 1 കൊരിന്ത്യർ 14:20.
ക്വസ്റ്റ്യൻ സദാചാരം കെട്ടുപോകുന്നതെങ്ങനെയാണ്? ഉത്തരം ദുർഭാഷണത്താൽ. 1 കൊരിന്ത്യർ 15:33. ക്വസ്റ്റ്യൻ ആരാണ് സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നത്? ഉത്തരം ദുർനടപ്പുകാരൻ. 1 കൊരിന്ത്യർ 6:18. ക്വസ്റ്റ്യൻ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം എന്തിനായി നൽകപ്പെടുന്നു? ഉത്തരം പൊതുപ്രയോജനത്തിന്. 1 കൊരിന്ത്യർ 12:7. ക്വസ്റ്റ്യൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നത് ആരാണ്? ഉത്തരം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. 1 കൊരിന്ത്യർ 14:4. ക്വസ്റ്റ്യൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു? ഉത്തരം ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. 1 കൊരിന്ത്യർ 11:29. ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഡാഷ് എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു? ഉത്തരം അനുസരണം തികഞ്ഞു വരുമ്പോൾ. 2 കൊരിന്ത്യർ 10:6. ക്വസ്റ്റ്യൻ ഡാഷ് അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു? ഉത്തരം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. 2 കൊരിന്ത്യർ 7:10. ക്വസ്റ്റ്യൻ ഞങ്ങളുടെ സുവിശേഷം ആർക്കും അറിഞ്ഞിരിക്കുന്നുവെന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം നശിച്ചു പോകുന്നവർക്ക്. 2 കൊരിന്ത്യർ 4:3. ക്വസ്റ്റ്യൻ പൗലോസ് യഹൂദരാൽ എത്ര അടിയാണ് കൊണ്ടത്? എത്ര വട്ടം? ഉത്തരം 195 അടി 5 പ്രാവശ്യം. 2 കൊരിന്ത്യർ 11:24. ക്വസ്റ്റ്യൻ സുവിശേഷ സംബന്ധമായ ആരുടെ പുകഴ്ചയാണ് സകല സഭകളിലും പരന്നിരിക്കുന്നത്? ഉത്തരം തീത്തോസിൻ്റെ. 2 കൊരിന്ത്യർ 8:18. ക്വസ്റ്റ്യൻ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും നാം കർത്താവിനോട് എങ്ങനെ ആയിരിക്കുന്നു? ഉത്തരം അകന്ന് പരദേശികൾ. 2 കൊരിന്ത്യർ 5:6. ക്വസ്റ്റ്യൻ തീത്തോസിനെ കാണാഞ്ഞിട്ട് സ്വസ്ഥതയില്ലാതെ പൗലോസ് എവിടേക്ക് പോയി? ഉത്തരം മക്കദോനിയ. 2 കൊരിന്ത്യർ 2:13. ക്വസ്റ്റ്യൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നത് ആരാണ്? ഉത്തരം സാത്താൻ. 2 കൊരിന്ത്യർ 11:4. ക്വസ്റ്റ്യൻ പൗലോസിന് ജഡത്തിലുണ്ടായിരുന്ന ശൂലം എന്താണ്? അത് നീങ്ങുവാൻ എത്ര വട്ടം താൻ കർത്താവിനോട് അപേക്ഷിച്ചു? ഉത്തരം സാത്താൻ്റെ ദൂതൻ 3 വട്ടം. 2 കൊരിന്ത്യർ 12:7-8. ക്വസ്റ്റ്യൻ ഒരുത്തന് ഡാഷ് ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് എന്ത് ലഭിക്കും? ഉത്തരം മനസ്സൊരുക്കം ദൈവപ്രസാദം. 2 കൊരിന്ത്യർ 8:12. ക്വസ്റ്റ്യൻ ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള ഡാഷ് ആത്മാവിനാൽ കാത്തിരിക്കുന്നു? ഉത്തരം പ്രത്യാശ നിവൃത്തിയെ. ഗലാത്യർ 5:5. ക്വസ്റ്റ്യൻ ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ വെറുതെയാകുന്നത് എന്താണ്? ഉത്തരം ക്രിസ്തു മരിച്ചത്. ഗലാത്യർ 2:21. ക്വസ്റ്റ്യൻ വീഞ്ഞു കുടിച്ചു മത്തരായാൽ ഉണ്ടാകുന്നത് എന്താണ്? ഉത്തരം ദുർനടപ്പ്. എഫെസ്യർ 5:18. ക്വസ്റ്റ്യൻ ഒരു മനുഷ്യൻ ആരായിരിക്കുമ്പോഴാണ് അവൻ മഹാനെന്ന് നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നത്? ഉത്തരം അല്പൻ. ഗലാത്യർ 6:3. ക്വസ്റ്റ്യൻ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഉത്തരം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. എഫെസ്യർ 6:11. ക്വസ്റ്റ്യൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്തിന് അവസരമാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണം? ഉത്തരം ജഡത്തിന്. ഗലാത്യർ 5:13. ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയാത്തത് ആർക്കാണ്? ഉത്തരം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക്. ഗലാത്യർ 1:10. ക്വസ്റ്റ്യൻ ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്നതെങ്ങനെയാണ്? ഉത്തരം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. എഫെസ്യർ 4:15.
ക്വസ്റ്റ്യൻ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും എന്തിൻ്റെ കീഴിലാകുന്നു? ഉത്തരം ശാബത്തിൽ. ഗലാത്യർ 3:10. ക്വസ്റ്റ്യൻ, നിങ്ങൾ ഡാഷ് നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഉത്തരം ഇരുട്ടിൻ്റെ. എഫെസ്യർ 5:11. ക്വസ്റ്റ്യൻ, മുമ്പേ നിങ്ങൾ ഡാഷ് മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്നവരും ശത്രുക്കളുമായിരുന്നു. ഉത്തരം ദുഷ്പ്രവൃത്തികളാൽ. കൊലോസ്യർ 1:21. ക്വസ്റ്റ്യൻ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല നമുക്ക് എന്തിനു വേണ്ടി കൂടെ വരം നൽകിയിരിക്കുന്നു? ഉത്തരം ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും. ഫിലിപ്പിയർ 1:29. ക്വസ്റ്റ്യൻ, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ എന്ത് നിമിത്തമാണ് എല്ലാം ഛേദമെന്ന് എണ്ണുന്നത്? ഉത്തരം ശ്രേഷ്ഠത. ഫിലിപ്പിയർ 3:8. ക്വസ്റ്റ്യൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുന്നതെങ്ങനെയാണ്? ഉത്തരം അവൻ്റെ പ്രവൃത്തികളോടുകൂടെ. കൊലോസ്യർ 3:9. ക്വസ്റ്റ്യൻ, നമ്മുടെ പൗരത്വം എവിടെയാണ്? അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു എന്തായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഉത്തരം സ്വർഗത്തിൽ. രക്ഷിതാവ്. ഫിലിപ്പിയർ 3:20. ക്വസ്റ്റ്യൻ, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആ മർമ്മം എന്താണ്? ഉത്തരം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. കൊലോസ്യർ 1:26-27. ക്വസ്റ്റ്യൻ, പിതാക്കന്മാരോട് എന്തുകൊണ്ടാണ് മക്കളോട് കോപിക്കരുതെന്ന് പറഞ്ഞത്? ഉത്തരം മക്കൾ അധൈര്യപ്പെടാതിരിക്കാൻ. കൊലോസ്യർ 3:21. ക്വസ്റ്റ്യൻ, നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ എന്തുപോലെ പ്രകാശിക്കണം? ഉത്തരം ജ്യോതിസുകളെപ്പോലെ. ഫിലിപ്പിയർ 2:15. ക്വസ്റ്റ്യൻ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ എന്തിനെയാണ് ക്രിസ്തുയേശുവിങ്കൽ കാക്കുന്നത്? ഉത്തരം ഹൃദയങ്ങളെയും നിനവുകളെയും. ഫിലിപ്പിയർ 4:7. ക്വസ്റ്റ്യൻ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് ഡാഷ് ഡാഷ് ആയിരുന്ന കയ്യെഴുത്തും അയച്ചു കളഞ്ഞു. ഉത്തരം വിരോധവും പ്രതികൂലവും. കൊലോസ്യർ 2:14. ക്വസ്റ്റ്യൻ, ഒരു വേലയും ചെയ്യാതെ പരകാര്യം നോക്കി നടക്കുന്നവർ എങ്ങനെയാണ് നടക്കുന്നത്? ഉത്തരം ക്രമം കെട്ട് നടക്കുന്നു. 2 തെസ്സലോനിക്കർ 3:11. ക്വസ്റ്റ്യൻ, സുവിശേഷം അനുസരിക്കാത്തവർ ദൈവസന്നിധിയും മഹത്വവും വിട്ടകന്ന് അനുഭവിക്കുന്നതെന്താണ്? ഉത്തരം നിത്യനാശമെന്ന ശിക്ഷാവിധി. 2 തെസ്സലോനിക്കർ 1:10. ക്വസ്റ്റ്യൻ, മരിച്ച ഉയർത്തെഴുന്നേറ്റവരും ജീവനോടെ ശേഷിക്കുന്നവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കാൻ എന്തു ചെയ്യും? ഉത്തരം മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:16-17. ക്വസ്റ്റ്യൻ, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോയാൽ വെളിപ്പെടുന്നതാര്? ഉത്തരം അധർമ്മമൂർത്തി. 2 തെസ്സലോനിക്കർ 2:7. ക്വസ്റ്റ്യൻ, ആർക്കാണ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കുന്നത്? ഉത്തരം നശിച്ചു പോകുന്നവർക്ക്. 2 തെസ്സലോനിക്കർ 2:9. ക്വസ്റ്റ്യൻ, അധർമ്മമൂർത്തിയെ കർത്താവ് എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഉത്തരം തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ. 2 തെസ്സലോനിക്കർ 2:8. ക്വസ്റ്റ്യൻ, യേശുക്രിസ്തു ആരുമായിട്ടാണ് അഗ്നിജ്വാലയെ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്നത്? ഉത്തരം തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി. 2 തെസ്സലോനിക്കർ 1:6. ക്വസ്റ്റ്യൻ, അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ പൗലോസും കൂടെയുള്ളവരും ജനത്തിനിടയിൽ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ആർദ്രത. 2 തെസ്സലോനിക്കർ 2:7. ക്വസ്റ്റ്യൻ, സുവിശേഷം അനുസരിക്കാത്തവർ എന്തു വിട്ടകന്നാണ് ശിക്ഷാവിധി അനുഭവിക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും. 2 തെസ്സലോനിക്കർ 1:10. ക്വസ്റ്റ്യൻ, പൗലോസ് റോമയിലെത്തിയപ്പോൾ അവനെ താൽപ്പര്യത്തോടെ തിരഞ്ഞു കണ്ടെത്തിയതാര്?
ഉത്തരം ഒനേസിഫൊരോസ്. 2 തിമോത്തിയോസ് 1:16-17. ക്വസ്റ്റ്യൻ: ന്യായോചിതമായി നാം ഉപയോഗിച്ചാൽ നല്ലതായിരിക്കുന്നതെന്താണ്? ഉത്തരം ന്യായപ്രമാണം. 1 തിമോത്തിയോസ് 1:10. ക്വസ്റ്റ്യൻ: പാപം ചെയ്യുന്നവരെ എല്ലാവരും കേൾക്കെ ശാസിക്കുന്നത് എന്തിനാണ്? ഉത്തരം ശേഷമുള്ളവർക്ക് ഭയത്തിനായി. 1 തിമോത്തിയോസ് 5:20. ക്വസ്റ്റ്യൻ: പൗലോസിൻ്റെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതാര്? തിമോത്തിയോസിനോട് അവനെ എന്തു ചെയ്യാൻ പറഞ്ഞു? ഉത്തരം അലക്സാണ്ടർ. സൂക്ഷിച്ചു കൊള്ളുവാൻ. 2 തിമോത്തിയോസ് 4:14-15. ക്വസ്റ്റ്യൻ: അലംഭാവത്തോടു കൂടിയ ഡാഷ് വലുതായ ആദായമാകുന്നു. ഉത്തരം ദൈവഭക്തി. 1 തിമോത്തിയോസ് 6:6. ക്വസ്റ്റ്യൻ: നാം വിശ്വാസികൾക്ക് എന്തിലെല്ലാം മാതൃകയായിരിക്കണം? ഉത്തരം വാക്ക്, നടപ്പ്, സ്നേഹം, വിശ്വാസം, നിർമ്മലത. 1 തിമോത്തിയോസ് 4:12. ക്വസ്റ്റ്യൻ: വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുന്നതാരാണ്? ഉത്തരം ദുഷ്ടമനുഷ്യരും മായാവികളും. 2 തിമോത്തിയോസ് 3:13. ക്വസ്റ്റ്യൻ: ആദ്യഫലം അനുഭവിക്കേണ്ടതാരാണ്? ഉത്തരം അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. 2 തിമോത്തിയോസ് 2:6. ക്വസ്റ്റ്യൻ: സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് എന്തുകൊണ്ടാണ് തങ്ങളെ അലങ്കരിക്കേണ്ടത്? ഉത്തരം സൽപ്രവൃത്തികൾ കൊണ്ട്. 1 തിമോത്തിയോസ് 2:9-10. ക്വസ്റ്റ്യൻ: ആരാണ് ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടു പോയത്? എവിടെയാണ് പോയത്? ഉത്തരം ദേമാസ്, തെസലോനിക്ക. 2 തിമോത്തിയോസ് 4:10. ക്വസ്റ്റ്യൻ: ഡാഷ് ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഉത്തരം കരുണ. യാക്കോബ് 2:13. ക്വസ്റ്റ്യൻ: പൗലോസ് ഫിലോമോന് ഈ ലേഖനം എഴുതിയത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം ഒനേസിമോസ്. ഫിലേമോൻ 1:10-22. ക്വസ്റ്റ്യൻ: ആരുടെ ചിത്തവും മനസാക്ഷിയുമാണ് മലിനമായി തീർന്നിരിക്കുന്നത്? ഉത്തരം മലിനന്മാരുടെയും അവിശ്വാസികളുടെയും. തീത്തോസ് 1:15. ക്വസ്റ്റ്യൻ: ആരാണ് കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നത്? ഉത്തരം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. യാക്കോബ് 1:12. ക്വസ്റ്റ്യൻ: സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുന്നതാര്? ഉത്തരം സമാധാനമുണ്ടാക്കുന്നവർ. യാക്കോബ് 3:18. ക്വസ്റ്റ്യൻ: നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഡാഷ് സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഉത്തരം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. യാക്കോബ് 1:3. ക്വസ്റ്റ്യൻ: 1-2 പ്രാവശ്യം ബുദ്ധി പറഞ്ഞ ശേഷം അനുസരിക്കാത്ത ആരെയാണ് ഒഴിവാക്കേണ്ടത്? ഉത്തരം സഭയിൽ ഭിന്നത വരുത്തുന്നവനെ. തീത്തോസ് 3:10. ക്വസ്റ്റ്യൻ: ഡാഷ് ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല, അതെന്താണ്? ഉത്തരം മനുഷ്യൻ്റെ കോപം. യാക്കോബ് 1:20. ക്വസ്റ്റ്യൻ: തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനായിരിക്കുന്നതാര്? ഉത്തരം ഇരുമനസ്സുള്ള മനുഷ്യൻ. യാക്കോബ് 1:8. ക്വസ്റ്റ്യൻ: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? ഉത്തരം നിർജീവം, നിഷ്ഫലം. യാക്കോബ് 2:20-26. ക്വസ്റ്റ്യൻ: അവിശ്വാസം നിമിത്തം ജനത്തിന് എവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല? ഉത്തരം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ. എബ്രായർ 3:18. ക്വസ്റ്റ്യൻ: ഡാഷ് മനുഷ്യൻ്റെ ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. എന്ത്? ഉത്തരം ആണ. എബ്രായർ 6:16. ക്വസ്റ്റ്യൻ: ഡാഷ് അനുസരിക്കാത്തവന് ഡാഷ് കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നു. ഉത്തരം മോശയുടെ ന്യായപ്രമാണം. കരുണ. എബ്രായർ 10:28.
ക്വസ്റ്റ്യൻ: ആരെയാണ് നിങ്ങൾ അനുസരിച്ച് കീഴടങ്ങിയിരിക്കേണ്ടത്? ഉത്തരം: നിങ്ങളെ നടത്തുന്നവരെ. എബ്രായർ 13:17. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് ആർക്കും എന്തുണ്ടാകാതിരിപ്പാൻ സൂക്ഷിക്കണം? ഉത്തരം: അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എബ്രായർ 3:12. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ഉള്ളിൽ ഡാഷ് പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. ഉത്തരം: ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. എബ്രായർ 12:3. ക്വസ്റ്റ്യൻ: മഹാപുരോഹിതൻ ആണ്ടുതോറും എന്തുമായിട്ടാണ് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത്? ഉത്തരം: അന്യരക്തം. എബ്രായർ 9:25. ക്വസ്റ്റ്യൻ: ബലഹീന മനുഷ്യരെ മഹാപുരോഹിതനാക്കുന്നതെന്താണ്? ഉത്തരം: ന്യായപ്രമാണം. എബ്രായർ 7:28. ക്വസ്റ്റ്യൻ: നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ ആരാണ്? ഉത്തരം: പാൽ കുടിക്കുന്നവനെല്ലാം. എബ്രായർ 5:13. ക്വസ്റ്റ്യൻ: പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ ഡാഷ് ആകുന്നു. ഉത്തരം: അവൻ്റെ ഭവനം. എബ്രായർ 3:6. ക്വസ്റ്റ്യൻ: തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ എന്തു വരുത്തുന്നു? ഉത്തരം: ശീഘ്രനാശം. 2 പത്രോസ് 2:1. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നാം എന്തു ചെയ്യണം? ഉത്തരം: സന്തോഷിക്കണം. 1 പത്രോസ് 4:13. ക്വസ്റ്റ്യൻ: അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി എന്തു വിട്ട് വീണുപോകാതിരിക്കാൻ സൂക്ഷിക്കണം? ഉത്തരം: സ്വന്തം സ്ഥിരത. 2 പത്രോസ് 3:17. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ മുഖം പ്രതികൂലമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം: ദുഷ്പ്രവൃത്തിക്കാർക്ക്. 1 പത്രോസ് 3:12. ക്വസ്റ്റ്യൻ: സകല ഡാഷ് കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ഉത്തരം: മാനുഷ നിയമത്തിനും. 1 പത്രോസ് 2:13. ക്വസ്റ്റ്യൻ: അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നാം എന്തു ചെയ്യുന്നു? ഉത്തരം: ആനന്ദിക്കുന്നു. 1 പത്രോസ് 1:6. ക്വസ്റ്റ്യൻ: പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തതാര്? ഉത്തരം: ഉരിയാടാ കഴുത. 2 പത്രോസ് 2:16. ക്വസ്റ്റ്യൻ: കൊലപാതകനോ കള്ളനോ ഡാഷ് ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം? ഉത്തരം: ദുഷ്പ്രവൃത്തിക്കാരനോ ലജ്ജിക്കണം. 1 പത്രോസ് 4:15-16. ക്വസ്റ്റ്യൻ: സഹോദരനെ പകയ്ക്കുന്നവൻ എവിടെയാണ് ഇരിക്കുന്നത്? ഉത്തരം: ഇരുട്ടിൽ. 1 യോഹന്നാൻ 2:11. ക്വസ്റ്റ്യൻ: സാക്ഷ്യം പറയുന്നവർ എത്ര പേരുണ്ട്? ആരെല്ലാം? ഉത്തരം: 3 പേർ. ആത്മാവ്, ജലം, രക്തം. 1 യോഹന്നാൻ 5:7-8. ക്വസ്റ്റ്യൻ: എന്തു നമ്മെ കുറ്റം വിധിക്കാതിരുന്നാൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്? ഉത്തരം: ഹൃദയം. 1 യോഹന്നാൻ 3:21. ക്വസ്റ്റ്യൻ: യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഡാഷ് നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. ഉത്തരം: ഇരുട്ടിൽ. 1 യോഹന്നാൻ 1:6. ക്വസ്റ്റ്യൻ: സ്നേഹത്തിൽ തികഞ്ഞവനാകാത്തതാരാണ്? ഉത്തരം: ഭയപ്പെടുന്നവൻ. 1 യോഹന്നാൻ 4:19. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോകുന്ന ഒരുത്തനും ആരാണ് ഇല്ലാതിരിക്കുന്നത്? ഉത്തരം: ദൈവം. 2 യോഹന്നാൻ 1:9. ക്വസ്റ്റ്യൻ: വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽച്ചിരിക്കുന്ന എന്തിനായി നാം പോരാടണം? ഉത്തരം: വിശ്വാസം. യൂദാ 1:3. ക്വസ്റ്റ്യൻ: മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിച്ചതാര്? ഉത്തരം: പ്രധാന ദൂതനായ മീഖായേൽ. യൂദാ 1:13. ക്വസ്റ്റ്യൻ: യേശുവിനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ ആരാണ്? ഉത്തരം: കള്ളൻ. 1 യോഹന്നാൻ 2:4.
ക്വസ്റ്റ്യൻ അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഡാഷ് നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു. ഉത്തരം ഇരുട്ടിൽ. 1 യോഹന്നാൻ 1:6. ക്വസ്റ്റ്യൻ കൂപത്തിൽ നിന്നും വന്ന പുകയിൽ നിന്ന് പുറപ്പെട്ടതെന്താണ്? അതിന് എന്തിൻ്റെ ശക്തി ലഭിച്ചു? ഉത്തരം വെട്ടുക്കിളി. ഭൂമിയിലെ തേളിൻ്റെ. വെളിപ്പാട് 9:3. ക്വസ്റ്റ്യൻ യോഹന്നാനോട് എഴുതാതെ മുദ്രയിട്ടേക്ക എന്നു സ്വർഗത്തിൽ നിന്നും കേട്ട ശബ്ദം എന്താണ്? ഉത്തരം 7 ഇടി മുഴക്കിയത്. വെളിപ്പാട് 10:4. ക്വസ്റ്റ്യൻ ഇനി ഊതുവാനുള്ള ദൂതന്മാരുടെ കാഹളനാദം നിമിത്തം ഭൂമിയിലെ ജനങ്ങൾക്ക് കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞത് എന്താണ്? ഉത്തരം ഒരു കഴുക്. വെളിപ്പാട് 8:13. ക്വസ്റ്റ്യൻ സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്താണ്? ഉത്തരം രക്ഷ. വെളിപ്പാട് 7:10. ക്വസ്റ്റ്യൻ 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പന്മാരെന്തു ചെയ്തു? ഉത്തരം വീണു നമസ്കരിച്ചു. വെളിപ്പാട് 5:14. ക്വസ്റ്റ്യൻ മഞ്ഞ നിറമുള്ള കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേരെന്താണ്? അവനെ പിന്തുടരുന്നത് എന്താണ്? ഉത്തരം മരണം, പാതാളം. വെളിപ്പാട് 6:8. ക്വസ്റ്റ്യൻ മുമ്പും പിമ്പും കണ്ണു നിറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? അവ ഏതെല്ലാം ജീവികൾക്ക് സദൃശമാണ്? ഉത്തരം 4 ജീവികൾക്ക്. സിംഹം, കാള, മനുഷ്യൻ, കഴുക്. വെളിപ്പാട് 4:6-7 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ഉടുപ്പു മലിനമാകാത്ത കുറച്ചു പേരുള്ളത് എവിടെയാണ്? അവർ യോഗ്യന്മാരാകയാൽ ലഭിക്കുന്ന ഭാഗ്യം എന്താണ്? ഉത്തരം സർദീസിലെ സഭയിൽ. വെള്ള ധരിച്ച് കർത്താവിനോട് കൂടെ നടക്കും. വെളിപ്പാട് 3:4-5. ക്വസ്റ്റ്യൻ ആരാണ് സ്വയമായി താൻ പ്രവാചകിയെന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുകയും തൻ്റെ ദാസന്മാരെ തെറ്റിക്കുകയും ചെയ്യുന്നത്? ഉത്തരം ഈസബേൽ. വെളിപ്പാട് 2:20. ക്വസ്റ്റ്യൻ കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായപ്പോൾ തൻ്റെ പിറകിൽ കേട്ട ശബ്ദം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം കാഹളത്തിനൊത്ത ഒരു മഹാനാദം. വെളിപ്പാട് 1:11. ക്വസ്റ്റ്യൻ ആരുടെ സന്നിധിയിൽ നിന്നാണ് പിന്നെ കാണാതെ വണ്ണം ഭൂമിയും ആകാശവും ഓടിപ്പോയത്? ഉത്തരം വലിയ വെള്ള സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ. വെളിപ്പാട് 20:11. ക്വസ്റ്റ്യൻ ഇരിക്കുന്നവനും ഇരുന്നവനുമായ പരിശുദ്ധ ദൈവമേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനെന്ന് പറഞ്ഞതാര്? ഉത്തരം ജലാധിപതിയായ ദൂതൻ. വെളിപ്പാട് 16:5. ക്വസ്റ്റ്യൻ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ മഹാസർപ്പം എവിടെ നിന്നു? ഉത്തരം കടൽപ്പുറത്തെ മണലിന്മേൽ. വെളിപ്പാട് 12:17-18. ക്വസ്റ്റ്യൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞതെന്താണ്? ഉത്തരം തീ നിറമുള്ള മഹാസർപ്പത്തിൻ്റെ വാൽ. വെളിപ്പാട് 12:3-4. ക്വസ്റ്റ്യൻ സമുദ്രത്തിൽ നിന്നും കയറി വന്ന മൃഗത്തിന് മഹാസർപ്പം അധികാരം കൊടുത്തതുകൊണ്ട് സർപ്പത്തെ നമസ്കരിച്ചതാര്? ഉത്തരം സർവ്വഭൂമിയും. വെളിപ്പാട് 13:3-4. ക്വസ്റ്റ്യൻ തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ചതാര്? ഉത്തരം മഹതിയാം ബാബിലോൺ. വെളിപ്പാട് 14:8. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ കണ്ട് അതിശയിക്കുന്നതാര്? ഉത്തരം ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്നവർ. വെളിപ്പാട് 17:18. ക്വസ്റ്റ്യൻ പുതിയ യെരുശലേമിൻ്റെ വിളക്ക് ആരാണ്? നഗരത്തെ പ്രകാശിപ്പിച്ചതെന്താണ്? ഉത്തരം വിളക്ക് കുഞ്ഞാട്, പ്രകാശിപ്പിച്ചത് ദൈവ തേജസ്. വെളിപ്പാട് 21:23. ക്വസ്റ്റ്യൻ തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ പ്രത്യക്ഷമായത് ഏത് കുതിരയാണ്?
കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേരെന്താണ്? ഉത്തരം വെള്ളക്കുതിര. വിശ്വസ്തൻ, സത്യവാൻ, ദൈവവചനം. വെളിപ്പാട് 19:11-13. ക്വസ്റ്റ്യൻ: ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം തങ്ങളുടെ വസ്ത്രം അലക്കണം. വെളിപ്പാട് 22:14. താങ്ക്സ് ഫോർ വാച്ചിങ്.